ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിലെല്ലാം സംസാരിച്ചു ഒരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഫിയറിനെ കുറിച്ച്. അതിലൊരു കാര്യമാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ. അതായത് പല ആളുകളും അവരുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി സേവ് ചെയ്യുന്നത് മിക്കവാറും ഒരു ഷെയർ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടാകും. കാരണം പല മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഫണ്ടിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ പല ഡിവിഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ ഈ ഒരു ഫിയറിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇൻഷുറൻസ് പോലെയുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആ ഒരു ഫണ്ടിൽ വരുന്ന ഫ്ലക്ച്വേഷൻ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പല പല മ്യൂച്വൽ ഫണ്ടുകളിലോ ഒറ്റ ഇതിനകത്ത് മാത്രമാവാതെ വ്യത്യസ്തമായ മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഷെയർ ട്രേഡിങ്ങിലേക്കോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും ആ ഒരു കാര്യത്തിന് നല്ല ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും പല ആളുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ് എന്ന് പറയാം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും അതൊരു സേവിങ്സ് മാത്രമായിരിക്കണം. അത് ഇടയ്ക്ക് അതിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട് അവിടെ റേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിൽ വരുമ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ വേറെ സേവിങ്സ് എല്ലാം കരുതേണ്ടത് ആവശ്യമാണ്. ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ സേവിങ്സ് ഒക്കെ നടത്തുന്നത് നല്ലതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു ഫിയർ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചുള്ള ഫിയർ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.